സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് ഹെക്ടർ തരിശുഭൂമി കാർഷിക സമൃദ്ധിയിലേക്ക് തിരികെ കൊണ്ടുവരാനും സ്വയം പൂർണ്ണതയിലേക്കുള്ള വഴിയൊരുക്കാനും ലക്ഷ്യമിട്ട് സംസ്ഥാനത്ത് നവോധൻ എന്ന പേരിൽ നൂതന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പച്ചക്കറികളുടെയും ഫലവർഗ്ഗങ്ങളുടെയും ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനായി ലോകബാങ്കിന്റെ സഹായത്തോടെ കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന കേര പദ്ധതിയുടെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യാതെ തന്നെ ഉടമയ്ക്കും സാങ്കേതിക വൈദഗ്ധ്യമുള്ള കർഷകർക്കും ഒത്തുചേർന്ന് കൃഷി ചെയ്യാൻ അവസരമൊരുക്കുന്ന സഹകരണ കാർഷിക മാതൃകയാണ് ഇതിലൂടെ വിഭാവനം ചെയ്യുന്നത്. സംസ്ഥാനത്ത് ഏകദേശം 1,00,000 ഹെക്ടറോളം ഭൂമി കൃഷിയോഗ്യമെങ്കിലും ഇപ്പോൾ തരിശായി കിടക്കുകയാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ 30% ഉൽപാദനക്ഷമമാക്കി മാറ്റുക എന്നതാണ് നവോധൻ പദ്ധതിയിലൂടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഭൂവുടമയും കർഷകനും തമ്മിലുള്ള സേവന തല ഉടമ്പടി വഴിയാണ് കൃഷി നടപ്പിലാക്കുന്നത്. ഇതനുസരിച്ച് ഭൂവുടമ തന്റെ സ്ഥലം കൃഷിക്കായി വിട്ടുനൽകുകയും നിക്ഷേപകൻ കൃഷിക്ക് ആവശ്യമായ മൂലധനവും സാങ്കേതികവിദ്യയും ഫാം മാനേജ്മെന്റും ഉറപ്പാക്കുകയും ചെയ്യും. വിളവെടുപ്പിൽ നിന്നുള്ള വരുമാനത്തിന്റെ ഒരു നിശ്ചിത വിഹിതം ഭൂവുടമയ്ക്ക് ലഭിക്കുമ്പോൾ ബാക്കി ഭാഗം കൃഷി ചെയ്യുന്ന കർഷകനോ നിക്ഷേപകനോ സ്വന്തമാക്കാം. ഇതുവഴി ഭൂവുടമയ്ക്ക് യാതൊരു നഷ്ടസാധ്യതയുമില്ലാതെ വരുമാനം ഉറപ്പാക്കാൻ സാധിക്കുന്നു. പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിനും നിയമപരമായ സുരക്ഷിതത്വത്തിനുമായി കേരള അഗ്രി ബിസിനസ് കമ്പനി ഉടമ്പടിയിൽ 3ാം കക്ഷിയായി ഒപ്പിടും. ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വിപണി കണ്ടെത്താനും ബ്രാൻഡിങ്ങിനും കയറ്റുമതിക്കും കാപ്കോ കർഷകരിൽ ആവശ്യമായ സഹായങ്ങൾ നൽകും. 4700 ഏക്കർ ഭൂമി നിലവിൽ നവോധൻ പദ്ധതിക്കായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടാതെ 220ഓളം കർഷകരും അപേക്ഷ നൽകിയിട്ടുണ്ട്. കേരള പ്രണാമം ന്യൂസ്, പാലക്കാട്.